ഇന്ന് നമുക്ക് ഒരു ഓട്സ് റെസിപ്പി നോക്കാം. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ പറയുന്നത്. അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബൈമോട്ട് എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ്. ബൈമോട്ട് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിവിടെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് 1/2 ഗ്ലാസ് ഓട്സ് എടുത്താൽ മതി. ഇവിടെ ഞാൻ ക്വേക്കർ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് ഓട്സ് എടുക്കുക. ദെൻ 1/2 ഗ്ലാസ് പാലും കൂടെ എടുക്കുക. ഓട്സിൽ പാലൊഴിച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. രാത്രി ഉറങ്ങാൻ നേരത്ത് ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഏത്തപ്പഴം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി കുഞ്ഞു പഴമാണ് ഇഷ്ടമുള്ളവർക്ക് കുഞ്ഞു പഴം യൂസ് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളവർക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യും. മാക്സിമം ഓറഞ്ച് അവോയ്ഡ് ചെയ്യുക. ഓറഞ്ച് ഈ ഓട്സിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഫ്ലേവറാണ് കൂടുതൽ വരുന്നത്. ഒരു പുളി ടേസ്റ്റ് വരും. ഓറഞ്ചിൻ്റെ ഒരു പുളിപ്പ് ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ച് ആഡ് ചെയ്യാതിരിക്കുക. ആപ്പിൾ, പോമഗ്രാനൈറ്റ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഓറഞ്ച് അവോയ്ഡ് ചെയ്യുക. ഇവിടെ ഞാനൊരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് കുഞ്ഞ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ മോർണിംഗ് എസെൻഷ്യൽ മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയ പാക്കറ്റായിട്ട് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. 299 ആണ് എൻ്റെ MRP എന്ന് പറയുന്നത്. അത് നമുക്ക് അത്യാവശ്യം 1 മന്തോ അതിനേക്കാളും കൂടുതലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നട്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. വാൽനട്ടും പിന്നെന്താ ആൽമണ്ട്സും എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. വളരെ കുറച്ചെടുത്താൽ മതി. 1 സ്പൂണൊക്കെ എടുത്താൽ മതി. അതിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്, എല്ലാ കണ്ടൻറ്റും വരുന്നുണ്ട്. അപ്പം അത് 1 സ്പൂൺ ആഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നോർമൽ നട്ട്സ് എടുക്കുക. കാഷ്യൂ നട്ട് എടുക്കുക. അതും കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 10 പീസൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സിൽ ഞാൻ ഈ 3 എണ്ണമാണ് ആഡ് ചെയ്യുന്നത്. ഒരു നേന്ത്രപ്പഴം, പിന്നെ മോർണിംഗ് എസെൻഷ്യൽ മിക്സ്, പിന്നെ കുറച്ച് കാഷ്യൂസ് ഇങ്ങനെ തന്നെ ഇടാം. അല്ലെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞു ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ നേന്ത്രപ്പഴം കുഞ്ഞ് ക്യൂബ്സായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മോർണിംഗ് എസെൻഷ്യൽസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് നുറുക്കിയ കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു കാഷ്യൂവിനെ 4ആയിട്ടൊക്കെ മുറിച്ചിട്ടേക്കുവാണ്. അതുപോലെ ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നെ ഇടാവുന്നതാണ്. ഇനി ഹണി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഈ ബനാന ആഡ് ചെയ്യണ്ട, ബാക്കിയുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഹണിയും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓട്സ് കുക്ക് ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ സോക്ക് ചെയ്ത് തലേ ദിവസം കുതിർത്തിട്ട് രാവിലെ ഇങ്ങനെ ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് കുക്ക് ചെയ്യാത്ത ഓട്സ് കഴിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഷുഗർ പേഷ്യൻസ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാതെ വേണം കഴിക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക് യു.